ഇത്ര ശക്തമായ മഴയിലും എൻ്റെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ കാണിച്ചിട്ട്, അതേപോലെ തന്നെ ആർക്കെങ്കിലും സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡി സി ആർ പാനൽ, നോൺ ഡി സി ആർ പാനലും ഡി സി ആർ പാനലും നമുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നോൺ ഡി സി ആർ പാനൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിസംബർ ലാസ്റ്റ് വരെ നോൺ ഡി സി ആർ പാനൽ വെക്കാൻ പറ്റുള്ളൂ. നോൺ ഡി സി ആർ പാനൽ എന്ന് പറയുന്നത് സബ്സിഡി ഇല്ലാത്ത പാനലുകളിൽ, അതായത് വാരി പോലുള്ള കമ്പനികളിൽ സബ്സിഡി ഇല്ലാതെ പാനൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നോൺ ഡി സി ആർ പാനൽ. നോൺ ഡി സി ആർ പാനൽ വെക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ ലഭ്യമാകും. സബ്സിഡിയുള്ള പാനലും ചെയ്ത് കൊടുക്കുന്നുണ്ട്, സബ്സിഡി ഇല്ലാത്ത പാനലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചിട്ട് നോൺ ഡി സി ആർ പാനൽ ഡിസംബർ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും നോൺ ഡി സി ആർ പാനൽ വെച്ചിട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിലവിൽ ഇന്നത്തെ ഇത്രയും മഴയുള്ള ഈ ഒരു സമയത്തും നമ്മുടെ പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് കാണിച്ചു തരാം. എനിക്ക് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ മഴക്കാലത്ത് ഒരു 4 യൂണിറ്റ് 5 യൂണിറ്റ് നമുക്ക് മതി ഒരു ദിവസം ഉപയോഗിക്കാൻ. ഇൻഡക്ഷൻ കുക്കറും അതേപോലെ തന്നെ മറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു 4 അല്ല 5 യൂണിറ്റ് മതി. അപ്പോൾ ടോട്ടൽ ഈ സമയം വരെ, ഇപ്പോൾ 3:30 ആയിട്ടുള്ളൂ, 3:30 വരെ നമുക്ക് എത്ര പ്രൊഡക്ഷൻ കിട്ടി എന്നുള്ളത് കാണിച്ചു തരാം. പ്രൊഡക്ഷൻ കിട്ടാനുള്ള മെയിൻ കാരണം നോൺ ഡി സി ആർ പാനലാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബൈഫേഷ്യൽ പാനലാണ്. ബൈഫേഷ്യൽ പാനലിൻ്റെ പ്രത്യേകത അറിയാലോ, നമുക്ക് വെട്ടം മതി, സൂര്യപ്രകാശം വേണമെന്നില്ല. വെട്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ലഭ്യമാവുന്നതാണ്. പ്രൊഡക്ഷൻ മാസമാണ്. കാണിച്ചു തരാം, പാനലോട് കാണിച്ചു തരാം. നല്ല മഴയത്ത് നനഞ്ഞു കുളിച്ചിരിക്കുന്ന പാനലിൽ നിന്ന് കിട്ടുന്ന നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് കാണിക്കുമ്പോൾ ആ പാനലിൽ നിൽക്കുന്ന അവസ്ഥയോട് കാണിച്ചു തരണ്ടേ. നല്ല മഴയാണ്. നമുക്കിനി പാനലിലെ പ്രൊഡക്ഷൻ കൂടി കാണിച്ചു തരാം. ഇനി നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കാം. ആ 237 വോൾട്ടാണ് നമുക്കുള്ളത്. ഫ്രീക്വൻസി 49 ഉണ്ട്. നോക്കടാ, 7 യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷനായി. ഇത്രയും മഴയുള്ള ദിവസം 7 യൂണിറ്റ് പ്രൊഡക്ഷനായെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. ശരാശരി ഒരു 3 കിലോ വാട്ടിന് കിട്ടുന്ന 15 യൂണിറ്റിൽ 16 യൂണിറ്റാണ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത്. 7 യൂണിറ്റ് ഇത്ര മഴയത്തും വെട്ടത്തിൽ മാത്രം പ്രൊഡക്ഷൻ കിട്ടും. നമുക്ക് ഇന്നത്തെ ഉപയോഗം, ഒരു ദിവസത്തെ ഉപയോഗം വരുന്നത് ഏകദേശം ഒരു 4 യൂണിറ്റൊക്കെ നമുക്ക് ദിവസം, 4 അല്ല 5 യൂണിറ്റ് ഒരു ദിവസം ഉപയോഗം വരുള്ളൂ. പക്ഷെ നമുക്ക് 7 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോഴെന്തായി, 3 യൂണിറ്റ് എക്സസൈസ്. സോ സോളാർ വെക്കാനുള്ളവരൊക്കെ ഇപ്പം തന്നെ വെക്കുക. ബൈഫേഷ്യൽ പാനലാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോളാർ എത്രയുമേ വെക്കുക, കറണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും.